രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ബലാത്സംഗ കേസിലെ യുവതിക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ അറസ്റ്റിലായ രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. യുവതിയുടെ പേര് വെളിപ്പെടുത്തുന്ന പരാമർശത്തിലാണ് കേസ് എടുത്തത്. ഇന്നലെ വൈകിട്ടോടെയാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തത്. സൈബർ അധിക്ഷേപത്തിൽ രാഹുൽ ഈശ്വർ അടക്കം 4 പേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസെടുത്തത്. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ, രഞ്ജിത്ത് പുളിക്കൻ, ദീപ ജോസഫ് എന്നിവരാണ് മറ്റ് പ്രതികൾ. യുവതിയെ അപമാനിച്ചുവെന്നതാണ് കേസ്. ഇവർക്ക് ഹാജരാകാനായി സൈബർ പോലീസ് നോട്ടീസ് നൽകും. പരാതിക്കാരിക്കെതിരായ മോശ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ ഫേസ്ബുക്കിനോടും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും. ഇതെന്തറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് എന്തായാലും കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ബലാത്സംഗ കേസിലെ യുവതിക്കെതിരായ സൈബർ അധിക്ഷേപത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ അറസ്റ്റിലായത്. എന്തായാലും ഇന്ന് രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കും എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. യുവതിയുടെ പേര് വെളിപ്പെടുത്തുന്ന പരാമർശത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. പോലീസിനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എന്തായാലും അതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഇതാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ പോലീസ് എടുത്തത്. അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സൈബർ അധിക്ഷേപത്തിൽ രാഹുൽ ഈശ്വർ അടക്കം 4 പേർക്കെതിരെയാണ് സൈബർ പോലീസ് എന്തായാലും കേസെടുത്തിരിക്കുന്നത്. ആ 4 പേർ ഇവരാണ്: കോൺഗ്രസിന്റെ നേതാവായ സന്ദീപ് വാര്യർ, രഞ്ജിത പുളിക്കൽ, ദീപ ജോസഫ് എന്നിവരാണ് മറ്റു പ്രതികൾ. യുവതിയെ അപമാനിച്ചുവെന്നത് തന്നെയാണ് കേസ്. ഇവർക്ക് ഹാജരാകാൻ എന്തായാലും സൈബർ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പരാതിക്കാരിയെ മോശ പരാമർശങ്ങൾ ചെയ്തു എന്നതാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. എന്തായാലും ഫേസ്ബുക്കിനോടും ചില കമന്റുകൾ, ഇവരുടെ ഒരു തുറന്നു പറച്ചിലിന് ശേഷം ഫേസ്ബുക്കിൽ ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട് ഈ പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ. എന്തായാലും ഫേസ്ബുക്കിനോട് അത് നീക്കം ചെയ്യണമെന്ന് ഇപ്പോൾ സൈബർ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുന്ന വീഡിയോ ആണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അറസ്റ്റിന് മുമ്പ് രാഹുൽ ഈശ്വർ പങ്കുവച്ചത്. അതാണിപ്പോൾ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും.